നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സാമുദായിക പാർട്ടികൾക്ക് വലിയ സ്വാധീനമുണ്ട്. നിശ്ചയമായും സ്വാധീനമുണ്ട്. പക്ഷെ ആ സാമുദായിക ശക്തികളൊക്കെ ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് കാലങ്ങളായി നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായ ഒരു ചിത്രം ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ. പക്ഷേ കേരളം ഈ അടുത്ത കാലത്ത് കാണാത്തൊരു സഹകരണത്തിന് അല്ലെ, അതായത് സമുദായ സംഘടനകൾ തമ്മിലുള്ള സഹകരണം SNDPയും NSSും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിക്കാൻ പോകുന്നുവോ എന്ന അതിനിർണായകമായ ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കളം. തീർച്ചയായിട്ടും. അപ്പൊ NSSുമായി സഹകരണത്തിന് തയ്യാറാണെന്ന SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ പിന്തുണച്ച് G സുകുമാരൻ നായർ കൂടി രംഗത്തെത്തിയതോടെയാണ് ഈ അപൂർവമായ സഹകരണത്തിന് കളമൊരുങ്ങുന്നത്. എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ ഹൈന്ദവ സമുദായ നേതാക്കളെ മാത്രമാണ് വിമർശിക്കുന്നതെന്നാണ് ഇരുവരുടെയും. എന്ന് വെച്ചാൽ സമാനമായ നിലപാട് ഇരുവരും പങ്കുവയ്ക്കും. അതിനകത്ത് ആശങ്കയിലായിരിക്കുന്നത് മുന്നണികളാണ്. ഇതിനകത്ത് എന്ത് പ്രതികരിക്കണം എന്നുള്ള കാര്യത്തിൽ അവരൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. എന്തായാലും കരുതലോടെ രംഗം വീക്ഷിച്ച ശേഷം മതി പ്രതികരണം എന്ന തീരുമാനത്തിലാണ് LDFും UDFും. ജോസി ബാബു അതിന്റെ വിശദാംശങ്ങൾ കോട്ടയത്ത് നൽകും. ജോസി, NSSും SNDPയും ഒന്നിക്കാൻ പോകുന്നു എന്നത് തീർച്ചയായും മൂന്ന് മുന്നണികളുടെയും ചങ്കിടിപ്പേറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒന്നിക്കാൻ തയ്യാറാണെന്ന സൂചന നേരത്തെ SNDPയും വെള്ളാപ്പള്ളിയും നൽകി കഴിഞ്ഞു. അതിനോട് പച്ചക്കൊടി വീശിയിരിക്കുന്നു NSSും സുകുമാരൻ നായരും. അപ്പോൾ അത് ഏത് രീതിയിലുള്ള ഒരു ഒന്നിക്കലും സഹകരണവുമായിരിക്കും. അതിൽ ആർക്കായിരിക്കും ലാഭമുണ്ടാകാൻ പോകുന്നത്, ആർക്കായിരിക്കും നഷ്ടമുണ്ടാകാൻ പോകുന്നത്, അതിന്റെ തുടക്കം മാത്രമാണല്ലോ ഇപ്പോൾ. എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട്? ഗുഡ് മോർണിംഗ് ജിൽസി, സൈഫുദ്ദീൻ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ എറണാകുളത്ത് നടത്തിയൊരു പ്രസംഗവും അതിന് ചുവട് പിടിച്ചുമാണ് ഇത്തരത്തിലുള്ളൊരു ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇന്നലെ എറണാകുളത്ത് നടത്തിയ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും ഉള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു. SNDPയും NSSനെയും തമ്മിലടിപ്പിക്കുന്നത് UDF ആണെന്ന് വരെയുള്ള ആരോപണമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത്. അതിനുശേഷം ആ പ്രസംഗത്തിൻ്റെ മധ്യയാണ് ഇത്തരത്തിൽ NSSുമായി സഹകരിക്കാൻ SNDP തയ്യാറാണ് എന്നുള്ളൊരു പ്രതികരണം വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന് പിന്നാലെ ഈ വിഷയത്തിൽ സുകുമാരൻ നായരുടെ പ്രതികരണവും വന്നു. കഴിയാവുന്ന എല്ലാ മേഖലകളിലും സഹകരിക്കാൻ തയ്യാറാണ് എന്നായിരുന്നു സുകുമാരൻ നായരുടെ പ്രതികരണം. കൂടാതെ വെള്ളാപ്പള്ളി നടേശനെതിരെ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന വിമർശനങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം അടുത്ത ദിവസങ്ങളിലൊക്കെയും പ്രതിപക്ഷ നേതാവ് അടക്കം ഉയർത്തിക്കൊണ്ടുവന്ന വലിയ വിമർശനങ്ങൾ, അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേരെടുത്ത് പറയാതെയായിരുന്നു സുകുമാരൻ നായരുടെ പ്രതികരണം. ഒരു സമുദായ സംഘടനയുടെ പ്രായം മുതിർന്ന ഒരു നേതാവിനെ ഇത്തരത്തിൽ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വിമർശിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ വാക്കിൽ എന്തെങ്കിലും ഏറിയ കൂറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നങ്ങളെ ക്ഷമിച്ചു കളയേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയ നേതാക്കളെ തുടർച്ചയായി വിമർശിക്കുന്നത് ശരിയല്ല. അതോടൊപ്പം മുഖ്യമന്ത്രിയുമായി നടത്തിയ കാർ യാത്രയടക്കമുള്ള വിവാദങ്ങൾ, ആ കാർ യാത്രയടക്കമുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് രാഷ്ട്രീയ നേതൃത്വമാണ് എന്നുള്ള വിമർശനവും സുകുമാരൻ നായർ ഉന്നയിച്ചിരുന്നു. വെള്ളാപ്പള്ളി എന്താണ് കാർ കണ്ടിട്ടില്ലാത്ത ആളാണോ എന്നായിരുന്നു സുകുമാരൻ നായർ ഇന്നലെ പ്രതികരിച്ചത്. ഈ ഒരു ഘട്ടത്തിലാണ് NSSും SNDPയും തമ്മിലുള്ള ഐക്യസാധ്യതകൾ അല്ലെങ്കിൽ കൈകൊടുക്കുന്ന എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് മൂന്ന് മുന്നണികൾക്കും ഇത് വളരെ നിർണായകമായ നീക്കമാണ്. കാരണം പരമ്പരാഗതമായി ലഭിക്കുന്ന വോട്ട് ബാങ്കുകളിൽ ഒരു വിള്ളലുണ്ടാകും ഇത്തരത്തിലുള്ള അഭിപ്രായ ഐക്യം എന്നതാണ് മൂവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ധൃതിപ്പെട്ട് ഒരു പ്രതികരണം വേണ്ട എന്നതാണ് മുന്നണി നേതൃത്വങ്ങളുടെ നിലപാടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് LDFും UDFും. അതേസമയം BJPക്കാകട്ടെ ഇതൊരു ഹൈന്ദവ സമുദായ സംഘടനകളുടെ ഏകീകരണം എന്ന നിലയിൽ അതിലൊരു രാഷ്ട്രീയ സാധ്യതയുണ്ട് എന്ന് BJPയും വിലയിരുത്തുന്നുണ്ട്. എന്നാലും നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് SNDP NSS സൗഹൃദം എന്ന നിലയിൽ ഒരു വലിയ സമ്മേളനമൊക്കെ നടന്നതാണ്. അന്ന് ആ സമ്മേളനത്തിന് ശേഷം പിന്നീട് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഭിന്ന ദിശകളിലേക്ക് പോവുകയും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുകയും ചെയ്യുന്നത് കണ്ടതാണ്. എന്നാലും ഇപ്പോൾ പറ്റാവുന്ന മേഖലകളിലൊക്കെയും പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ നിലപാടുകളിലടക്കം ഒരുമിച്ച് നിൽക്കാമെന്നുള്ളൊരു പൊതുധാരണയിലേക്ക് SNDP NSS നേതൃത്വം എത്തിയിട്ടുണ്ട്. പക്ഷേ അത് താഴെത്തട്ടിൽ സമുദായാംഗങ്ങൾക്കിടയിലേക്ക് എത്ര കണ്ട് അത് ഫലപ്രദമായി ഉപയോഗിക്കപ്പെടും എന്നുള്ള കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ ചൂടുപിടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ജിൽസി, സൈഫുദ്ദീൻ.